നമസ്കാരം. ചിതറ കിഴക്കൻ ഭാഗത്തെ പ്രമുഖ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് കിട്ടിയതായി പരാതി. ചിതറ കിഴക്കൻ ഭാഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് ലഭിച്ചതായാണ് പരാതി. NR എന്ന ഹോട്ടലിൽ നിന്നാണ് ചിതറ പഞ്ചായത്തിലെ കിളിത്തട്ട് സ്വദേശിയായ സൂരജ് ബിരിയാണി വാങ്ങിയതെന്ന് പറയുന്നത്. 4 ബിരിയാണി പാഴ്സലായി വാങ്ങി വീട്ടിലെത്തി കഴിക്കുന്നതിനിടെയാണ് ഒരു പൊതിയിൽ ലഭിച്ച ബിരിയാണിയിൽ നിന്നും കുപ്പിച്ചില്ല് ലഭിച്ചത്. ഭക്ഷണത്തിൽ കട്ടിയായി തടഞ്ഞപ്പോൾ എല്ലാണെന്ന് കരുതി. എന്നാൽ ചില്ല് വായിൽ നിന്ന് പൊട്ടിയപ്പോഴാണ് കുപ്പിച്ചില്ലാണെന്ന് മനസ്സിലായത്. കുറച്ചു ഭാഗം പുറത്തു കിട്ടുകയും ചെയ്തു. തുടർന്ന് സൂരജ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇദ്ദേഹം ചിതറ പോലീസിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 28 വർഷമായി പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയെക്കുറിച്ച് യാതൊരുവിധമായ പരാതികളും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നും നിയമപരമായ എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്നും ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോട്ടലിലുണ്ടെന്നും ഏത് ഡിപ്പാർട്ട്മെന്റിനും പരിശോധിക്കുവാൻ കഴിയുമെന്നും കടയുടമയും അറിയിച്ചു. ഇന്ന് ചിതറ കിഴക്കൻ ഭാഗത്തുള്ള NR ഹോട്ടലിൽ നിന്ന് 4 പൊതി ബിരിയാണി ഞാൻ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്നൊരു ചില്ല് കിട്ടുകയും അത് ഞാൻ കടിച്ച് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത് ചില്ലാണെന്ന് മനസ്സിലായത്. തുടർന്ന് കടയ്ക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. തൊണ്ടയിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കടിച്ചു പൊട്ടിച്ചതിൻ്റെ ചെറിയ പൊടി കാരണമാവാം അത് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഡോക്ടർ സംശയമായിട്ട് പറഞ്ഞത്. അപ്പോൾ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലും പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ CT എടുക്കണം. 5 ദിവസത്തേക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് 4 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാനല്ല അവളാണിത് കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എല്ലാവർക്കും അറിയാം. നമ്മളങ്ങനെ ഈ ഹോട്ടലിന് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഹോട്ടലുകാർ പറയുന്നത് നമ്മളെന്തോ അവരോടുള്ള ശത്രുത കാരണം ചെയ്തതാണ്. നമ്മൾ ഈ ഹോട്ടലുമായിട്ട് മറ്റൊരു തരത്തിലുള്ള യാതൊരു ബന്ധവും ഇല്ല. അത് ആ ഒരു വർത്തമാനം ആ ഹോട്ടൽ ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നമ്മൾ ചിതറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി അറിയിച്ചിട്ടുണ്ട്, ഹെൽത്ത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെയാണ് എനിക്ക് ഈ സംഭവം ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങൾ പിന്നെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോയി മാമ എന്നാണ് സംഭവം, 4 ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോയി, അതിനകത്ത് കുപ്പിച്ചില്ല് കിടന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ എടാ അത് അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. അപ്പം നീ അതാണെന്ന് വെച്ച് പറഞ്ഞ് ഞാൻ നേരത്തെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാണ്. ഞാൻ പറഞ്ഞു ഞാനിത് പിന്നെ കുപ്പിച്ചില്ല് അത് അടുക്കളയിൽ ഗ്യാസിലാണ് വെക്കുന്നത്, ഞാൻ വെളിയിലല്ല വെക്കുന്നത്. അത് വെളിയിൽ വെക്കുമ്പോഴത്തേക്കാണെങ്കിൽ എന്തെങ്കിലും വീണമെന്നെങ്കിലും പറയും. ഇത് നമ്മൾ അടുക്കള വന്ന് പ്രത്യേകിച്ച് ഒന്ന് നോക്കും. ഇതിനകത്ത് നമ്മളാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാരണവശാലും കുപ്പിച്ചില്ല് വരില്ല. ഇനി എങ്ങനെ വന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതാണ് സംഭവം. അല്ലാതെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ഞാൻ 10-28 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. ഇന്നന്തി വരെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആരും ഉണ്ടായിട്ടില്ല, അത് പറഞ്ഞിട്ടുമില്ല. പിന്നെ എൻ്റെ കസ്റ്റമറിന് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് ആഹാരം കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പല പ്രശ്നങ്ങളും വരും. അതിന് നമുക്ക് ശത്രുക്കളുണ്ട്. അത് ആരൊക്കെ എന്താണെന്ന് ചെയ്യുന്നത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിതേ പറയാനുള്ളൂ. ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഭക്ഷണത്തിനകത്ത് ഞാൻ ഒരാൾക്കും ചതി ചെയ്യില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ സാധനങ്ങൾ പൊടിയല്ല വാങ്ങിക്കുന്നത്. ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പൊടിക്കേണ്ടിയാണ്. ഒരു സാധനം വരവ് ഞാൻ വാങ്ങിച്ച് ചേർക്കാറില്ല, ഒരു മായം ചേർക്കാറില്ല. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ കൊടുക്കുന്ന ഒരു ആഹാരം എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എൻ്റെ കസ്റ്റമറിന് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ നിൽക്കുന്നത്. ഇത്രയും ഇതുണ്ടാക്കുമ്പോഴത്തേക്ക് അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഈ കൊടുന്തോയും ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് ഇവിടെ വരണം, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടാ ഒന്ന് എൻ്റെ അടുത്തൊന്ന് തിരക്കണം. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് വൈകുന്നേരം പോലീസുകാർ വിളിക്കുന്നു, പിന്നെ ഹെൽത്തുകാർ വന്ന് ചോദിക്കുന്നു. ഇതൊക്കെ അപ്പോഴാണ് നമ്മളറിയാം ഈ ന്യൂസിൽ വരുമ്പോഴത്തേക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വരണ്ടേ, വന്നിട്ട് ഇത് കാര്യം പറയണ്ടേ. ഇതാണ് ഇവിടെ സംഭവിച്ചത്.